എന്തുകൊണ്ട് ഞങ്ങളെ ഭരണം ഏൽപ്പിക്കരുത് കേരളത്തിൻ്റെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഒരു എസ്സേ ആയിട്ട് നമ്മുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഇതുപോലെ വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ളത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുവന്മാരെ കൊണ്ട് മര്യാദയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കില്ല. ഇവരാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്. പിണറായി വിജയനോടും CPM-നോടും LDF-നോടും അതിനേക്കാൾ മികച്ച ഭരണം, അല്ലെങ്കിൽ അവരുടെ ഭരണം മോശമാണെങ്കിൽ അതിനെ മറികടക്കുന്ന ഭരണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ? കോൺഗ്രസ്സിൽ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ പേരെഴുതുന്നു, ചുവര് മായ്ക്കുന്നു, പിന്നെ അടുത്തയാൾ വരുന്നു, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ്റെ കാര്യത്തിൽ അദ്ദേഹം പോസ്റ്റർ വരെ അടിച്ചതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇന്ന് വ്യാഴാഴ്ച, നാളെ അവധിയാണ്, ശനിയാഴ്ച ഒരു വർക്കിംഗ് ഡേ, ഞായറാഴ്ച അവധി, തിങ്കളാഴ്ചയാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസം. 2 ദിവസമാണ് ബാക്കി. ഒരു നോമിനേഷൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് ഒരുപാട് കാര്യങ്ങളും മറ്റതും മറിച്ചുമൊക്കെ നോക്കാനുണ്ട്. അതോ ഓരോ മണിക്കൂർ കഴിയുന്നതോറും ഒരു സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള സമയം കുറയുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെ. ഇതാണ് വിഷയം. ഒരു തമാശ പറയാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു MLA, പണ്ട് 2006 തോന്നുന്നു, AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ തോളത്ത് ഇങ്ങനെ കൈ തട്ടിയിട്ട് പേര് വിളിച്ചിട്ട്, പേര് ഞാൻ പറയുന്നില്ല, തട്ടിയിട്ട് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥിയാണ്. ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല, AK ആൻ്റണി പറഞ്ഞതാണ്. അതിനുശേഷം കുറേ കാലത്തേക്ക് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ തോളത്തട്ടി അദ്ദേഹം ഞെട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ MLA ആണ്, ഒരു മണ്ഡലത്തിലെ MLA ആണ്. അപ്പോൾ ആരാന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇത് പഴയ കാലം. ഈ പുതിയ കാലത്ത് വളരെ ചിട്ടയോട് കൂടി LDF പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം 10 വർഷത്തെ അധികാര പട്ടിണിക്ക് ശേഷം ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. കഷ്ടകാലത്തിന് ആ ഇലക്ഷൻ വളരെ പെട്ടെന്ന് വരികയും 10-21 ദിവസമേ ഇനിയുള്ളൂ എന്നൊരു സ്ഥിതിയും വരികയാണ്. അപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിൽ ഈ 2 ആഴ്ച മുമ്പത്തെ സംഭവമൊക്കെ സജീവമായി നിൽക്കും. ശബരിമലയാണോ ഓർത്തിരിക്കുക? 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ KPCC നേതാക്കൾ ഡൽഹിയിൽ പോയി ഫ്ലൈറ്റിൽ ഇറങ്ങും, തിരിച്ച് വീണ്ടും കയറും, വരും കയറും, ഇങ്ങനെ നടന്നിട്ടും പട്ടിക വരാതിരുന്നാണോ ജനങ്ങളുടെ ഓർമ്മയിൽ വരിക? ഇതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ പോലും കോൺഗ്രസ്സിന് ഉണർന്ന് പ്രവർത്തിക്കാനായില്ല എന്നുള്ളത് കോൺഗ്രസ്സിനെ തോൽപ്പിക്കാനുള്ള ഒരു കാരണമായി മാറുകയാണ്. ഒരു ശരാശരി വോട്ടർ അങ്ങനെ ചിന്തിക്കൂ. ജനാധിപത്യം വേണമെന്നും ജനാധിപത്യത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ പറയുന്നു അനുസരിച്ച് തന്നെ നടക്കണമെന്നോ അല്ല. പക്ഷേ എന്തെങ്കിലും ഒരു വ്യവസ്ഥ, എന്തെങ്കിലും ഒരു രീതി, സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഒരു സമയം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരുക്കങ്ങൾക്കുള്ള ഒരു സമയം, ഇതൊക്കെ കൊടുക്കണ്ടേ? ഇതൊന്നുമില്ല. ഇനി ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണല്ലോ. ഇപ്പോൾ സുധാകരൻ മാത്രമല്ല പ്രശ്നം. സുധാകരൻ മാത്രമാണ് പ്രശ്നമെങ്കിൽ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലെയും പട്ടിക കൊടുക്കണം. 40 മണ്ഡലങ്ങളിലെ വരാനുണ്ട്. ശരിയാണ്, 10-30 ഇടത്തെ നമുക്ക്, അല്ലെങ്കിൽ 25 ഇടത്തെ കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇത് കോൺഗ്രസ് ആയതുകൊണ്ട്, ഉറപ്പിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് സ്ഥാനാർത്ഥി പരസ്യമായി എല്ലാവരുടെയും പിന്തുണയോടുകൂടി പ്രചാരണം നടത്തുക? ജോസഫ് വാഴക്കൻ പ്രചരണം നടത്തിയതിൻ്റെ പണിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ജോസഫ് വാഴക്കനെ പോലെ ഒരു സീനിയർ നേതാവിനൊരു മണ്ഡലമില്ല എന്നുകൂടി ഓർക്കണം. അദ്ദേഹത്തിന് കോട്ടയത്ത് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വെച്ച ശേഷം പിന്നെ കാഞ്ഞിരപ്പള്ളി പറഞ്ഞു, അവസാനം കാഞ്ഞിരപ്പള്ളി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 10-40 സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം തുടങ്ങാൻ, ഔദ്യോഗിക പ്രചരണം തുടങ്ങാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി നിൽക്കുന്ന 4 പേരെ നമുക്കറിയാം. അത് 4ാമത്തെ ആൾ അടൂർ പ്രകാശാണെന്നാണ് ഞാൻ പറയുക. മറ്റേത് നമുക്കെല്ലാം അറിയാവുന്നില്ല. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ KC വേണുഗോപാലുമുണ്ട്. ഈ 3 പേരുടെയും ചക്കളത്തി പോരാട്ടത്തിലാണ് ഈ ലിസ്റ്റ് വരാത്തത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ജയിച്ച് കഴിയുമ്പോൾ, MLA-മാരെ കൈപൊക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകൾ കൂടുതൽ വേണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴേ അതിനുള്ള പാരയാണ്. ഞാൻ മുഖ്യമന്ത്രിയാകാൻ മാത്രം MLA-മാരുണ്ടായില്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇറങ്ങണ്ട എന്ന രീതിയിലുള്ള വളരെ സങ്കുചിത താല്പര്യമാണ്. അത് ഈ 3 പേരിലും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് വളരെ വ്യക്തമായ താല്പര്യമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ഇല്ലയെന്ന് അദ്ദേഹം പറയുന്നില്ല. കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പദവി നയിക്കുന്ന ആളാണ്. ഇവിടെ ഒരാൾ ഒരു 5 വർഷമായിട്ട് കൈലൂത്തി നടപ്പുണ്ട്, VD സതീശൻ. അതിന് മുമ്പ് ഒരാളുണ്ട്, രമേശ് ചെന്നിത്തല. അപ്പോഴാണ് മോളിൽ നിന്ന് വേറൊരാളുടെ. ഇതാണ് മത്സരം. ഒരു മാസം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു, ഇതല്ലേ പ്രശ്നം? അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി അങ്ങനെയല്ല. MLA-മാർ എത്ര പേരാണെങ്കിലും, ആരുടെയൊക്കെ ആളാണെങ്കിലും, അതായിരിക്കില്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള മാനദണ്ഡമെന്ന് ഞങ്ങളെ 3 പേരെയും വിളിച്ച് ഹൈക്കമാൻഡ്, എന്ന് വെച്ചാൽ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അപ്പം കർണാടകത്തിലെ അവസ്ഥ വരുമോ അവസാനം എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതാണ്. എന്നിട്ടും
ഹൈക്കമാൻഡിനെ വിശ്വാസമില്ല. എന്താ, പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ KPCC മുൻ പ്രസിഡന്റായിരുന്ന സുധാകരൻ്റെ അധികാര കൊതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിച്ച് 48 മണിക്കൂർ കളഞ്ഞ ഹൈക്കമാൻഡ്. എന്ത് ഹൈക്കമാൻഡ്? ലോ കമാൻഡിനും താഴെയുള്ള വേറെ എന്തോ കമാൻഡാണ്. അവർക്ക് ഒരു സീറ്റിൽ മര്യാദയ്ക്ക് നട്ടല് നിവർത്തി ഒരു കാര്യം പറയാനുള്ള ധൈര്യമില്ല. ഇനി ചെയ്യുമ്പോഴോ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമാണ്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ലീഡർഷിപ്പുകളെ നിയന്ത്രിച്ച് കുളമാക്കി, തെരഞ്ഞെടുപ്പിൽ ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ കുളമാക്കി, KPCCകൾ അല്ലെങ്കിൽ അവരുടെ PCCകളെ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെ തകർത്ത് തരിപ്പണമാക്കിയത് രാഹുൽ ഗാന്ധി ആൻഡ് പാർട്ടിയുടെ ബുദ്ധിയാണെന്ന് ഇതിനോടകം പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷേ അതേ സാധനം ആവർത്തിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഫീഡ്ബാക്കുമില്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല, ഒരു തരത്തിലുള്ള ഉറച്ച തീരുമാനമില്ല. ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലിച്ച് ഏറ്റവും അവസാനം കേട്ടു രാഹുൽ ഗാന്ധി ചോദിച്ചു അനിലക്കരയ്ക്ക് സീറ്റില്ലേ എന്ന് ചോദിച്ചു തന്നെ. ഇത് രാഹുൽ ഗാന്ധിയുടെ തലത്തിൽ തീരുമാനിക്കേണ്ടതാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴേ തീരുമാനിക്കേണ്ടതാണ്? എത്ര ദിവസം നമുക്കൊരു മനുഷ്യനൊരു ക്ഷമയില്ലേ? ഇത് പ്രശ്നം. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ നിങ്ങൾ സ്വയമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും. അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാതെ വളരെ അപഹാസ്യരായ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പക്ഷേ ഇത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ് കൈപൊക്കെ ജനങ്ങൾക്ക് വരുമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും അടിപൊട്ടെന്നുള്ള കാര്യത്തിന് ഒരിക്കൽ കൂടി അടിയറ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷിയില്ലായ്മയെ കാണിക്കുന്നു, നേതാക്കളുടെ ആർത്തിയെ കാണിക്കുന്നു, നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനുള്ള ശേഷിയില്ലായ്മയെ കൂടി കാണിക്കുന്നു. CPMനകത്ത് ഇത് ഇല്ലെന്നല്ല, എത്ര പേര് പോയി. CPIയുടെ 2 നേതാക്കന്മാരെ കറങ്ങി തിരിഞ്ഞ അവസാനം ഒരു MLAയും ഒരു മുൻ MLAയും BJPയിലേക്ക് പോയി. ഇതൊക്കെയുണ്ട്. കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറിക്ക് ആർത്തിയാണെന്നാണ്, സ്വന്തം ഭാര്യ വയ്ക്കാൻ നാണമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്. പക്ഷേ കളത്തിൽ സ്ഥാനാർത്ഥി ഇറക്കിയാണ് അവരെന്നെ മറുപടി കൊടുത്തത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി ഇറങ്ങി, ചിത്രം മാറിപ്പോയി, വിഷയം മാറി. ഇവിടെ വിഷയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പറയേണ്ട സമയത്ത് CPMൻ്റെ പോലീസ് ഭരണത്തെക്കുറിച്ച് പറയേണ്ട സമയത്ത്, മറ്റു പല അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പറയേണ്ട സമയത്ത് സ്ഥാനാർത്ഥിയില്ല, സ്ഥാനാർത്ഥി വരുന്നേയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 6 മണിയാകുന്നു. ഇന്ന് രാവിലെ, ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് 3 മണി പറഞ്ഞ് എത്ര ചർച്ചകൾ നടന്നതാണ്. സത്യത്തിൽ അകത്തെന്താ നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു പിടിയുമില്ല താനും. KPCC മുൻ പ്രസിഡന്റ് സുധാകരനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒന്നൊന്നര നേതാവായിപ്പോയി.